ഡിസംബർ 24 വിശുദ്ധരായ ത്രസില്ലയും എമിലിയാനയും. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രണ്ട് ഭക്തരായ കന്യകകളാണ് വിശുദ്ധരായ ത്രസില്ലയും എമിലിയാനയും. സ്വന്തം ഭവനത്തിൽ താമസിച്ചുകൊണ്ടുള്ള അവരുടെ സന്യാസ ജീവിതവും പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും അവരെ പ്രസിദ്ധരാക്കി. മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ ആൻറ്റിമാരായിരുന്നു അവർ. അവരുടെ ഭവനത്തെ സ്വർഗതുല്യമാക്കിക്കൊണ്ട് ജീവിച്ച അവർ കുടുംബാന്തരീക്ഷത്തിൽ വിശുദ്ധനായി ജീവിക്കുന്നതിനുള്ള ഒരു മാതൃകയായി. ത്രസില്ലയും എമിലിയാനയും ഗോർഡിയാനയും മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ പിതാവിൻ്റെ സഹോദരിമാരാണ്. റോമിലെ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം. റോമൻ സെനറ്ററായിരുന്ന ഗോർഡിയനും വിശുദ്ധ സിൽവിയയുമാണ് വിശുദ്ധ ഗ്രിഗറിയുടെ മാതാപിതാക്കൾ. അഗാപ്പിറ്റസ് ഒന്നാമൻ പാപ്പായും ഫെലിക്സ് ഒന്നാമൻ പാപ്പായും ഈ കുടുംബത്തിൽ ജനിച്ച മറ്റ് മാർപ്പാപ്പമാരാണ്. വിശുദ്ധരായ ത്രസില്ലയുടെയും എമിലിയാനയുടെയും ജീവിതം വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ ആത്മീയ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. തൻ്റെ ഭവനത്തെ ഒരു സന്യാസാശ്രമമാക്കി മാറ്റിയ വിശുദ്ധ ഗ്രിഗറി തൻ്റെ സ്വത്തുക്കളെല്ലാം 7 സന്യാസാശ്രമങ്ങൾക്കായി വിട്ടുകൊടുത്തതിന് ശേഷം ക്രിസ്തുവർഷം 575 സന്യാസ ജീവിതം ആരംഭിച്ചത്. മഹാനായ ഗ്രിഗറി പാപ്പായാണ് വിശുദ്ധരായ ത്രസില്ലയുടെയും എമിലിയാനയുടെയും ജീവചരിത്രം എഴുതിയത്. നിത്യമായ കന്യാവ്രതം സ്വീകരിച്ച ത്രസില്ലയും എമിലിയാനയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഏകാന്തതയുടെയും ജീവിതം നയിച്ചുകൊണ്ട് അവരുടെ ഭവനത്തെ ഒരു സന്യാസാശ്രമമാക്കി മാറ്റി. സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ ആഴമായ ആത്മീയതയിൽ വളർന്നു. ത്രസില്ല ദൈവത്തോടുള്ള തീഷ്ണത കൊണ്ട് നിറഞ്ഞപ്പോൾ എമിലിയാന ഭക്തിയും പരസ്നേഹ പ്രവൃത്തികളും നിറഞ്ഞവളായി. അവർ തമ്മിലുള്ള ആഴമായ ആത്മീയ ബന്ധം രക്തബന്ധത്തേക്കാൾ വലുതായിരുന്നു. റോമാ നഗരത്തിലെ ഒരു പ്രധാന റോഡിലായിരുന്നു അവരുടെ ഭവനം. എല്ലാ തിരക്കുകളുടെയും മധ്യത്തിൽ അവർ ഏകാന്തതയിൽ ജീവിച്ചു. അവരുടെ സഹോദരിയായ ഗോർഡിയാനയും അവരോടൊപ്പം വ്രതങ്ങൾ എടുത്തിരുന്നു. എന്നാൽ നിശബ്ദതയും വിരക്ത ജീവിതവും നയിക്കാൻ സാധിക്കാതെ വന്ന അവൾ ലോകജീവിതത്തിലേക്ക് മടങ്ങി വിവാഹ ജീവിതം നയിച്ചു. നിരന്തരമായ പരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ത്രസില്ലയും എമിലിയാനയും തങ്ങളുടെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ചതിൻ്റെ അടയാളങ്ങൾ മരണശേഷം അവരുടെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അനേക വർഷങ്ങൾ നീണ്ട വിശ്വസ്തമായ വിശുദ്ധ ജീവിതത്തിനു ശേഷം ത്രസില്ലായിക്ക് ഒരു സ്വർഗീയ ദർശനം ലഭിച്ചു. വിശുദ്ധയുടെ കുടുംബാംഗമായിരുന്ന വിശുദ്ധ ഫെലിക്സ് പാപ്പ അവൾക്ക് പ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് അവളെ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, വരിക, ഞാൻ നിന്നെ പ്രകാശത്തിൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കാം. ഉടൻ തന്നെ ത്രസില്ല രോഗിയായി കിടപ്പിലായി. ഡിസംബർ 24 ക്രിസ്മസ് രാത്രിയിൽ പ്രിയപ്പെട്ടവരെല്ലാം അവൾക്ക് ചുറ്റും കൂടി. അപ്പോൾ ത്രസില്ല വലിയ സന്തോഷത്തോടും അത്ഭുതത്തോടും കൂടി ഇങ്ങനെ പറഞ്ഞു, വഴിമാറുക, വഴിമാറുക, ഇതാ എൻ്റെ രക്ഷകനായ ഈശോ വരുന്നു. അങ്ങനെ ത്രസില്ല ഈശോയോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയായി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ ത്രസില്ല എമിലിയാനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളെയും സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. ജനുവരി 5 ധനഹാ തിരുനാളിൻ രാത്രിയിൽ എമിലിയാനയും സ്വർഗത്തിലേക്ക് യാത്രയായി. മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ ഡയലോഗ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. വിശുദ്ധരായ ത്രസില്ലയുടെയും എമിലിയാനയുടെയും ഗ്രിഗറി പാപ്പായുടെ അമ്മയായ വിശുദ്ധ സിൽവിയായുടെയും തിരുശേഷിപ്പുകൾ റോമിലെ സീലിയൻ കുന്നിലുള്ള വിശുദ്ധ ആൻഡ്രൂവിൻ്റെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു.